നമസ്കാരം, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നേരിയ തോതിലാണ് സെൻസെക്സും നിഫ്റ്റിയും ഇടിഞ്ഞത്. ഇന്ന് നന്നായി പെർഫോം ചെയ്തത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമായിരുന്നു. ഈ മേഖലയ്ക്ക് മികച്ച ഒരു ദിവസം തന്നെയായിരുന്നു. ഇൻഡസിൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കുകൾ വലിയ നേട്ടം കണ്ടു. നിഫ്റ്റി 0.13% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ബാങ്ക് 0.41% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ PSU ബാങ്കുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിവ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ് സൂചികയ്ക്ക് അത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ന് കഴിഞ്ഞില്ല. നിഫ്റ്റി PSU ബാങ്കിന് പിന്നാലെ നല്ലൊരു നേട്ടം കൈവരിച്ച സെക്ടർ ഓട്ടോമൊബൈൽസ് ആയിരുന്നു. നിഫ്റ്റി ഓട്ടോ 0.62% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഓട്ടോ സെക്ടറിലുള്ള കമ്പനികളെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാർ സെയിൽസുമായി ബന്ധപ്പെട്ട് ധാരാളം കമ്പനികൾ നല്ല സെയിൽസും അതുപോലെ നല്ല ഉയർന്ന ബുക്കിംഗും കാഴ്ചവെച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ മാരുതി സുസുക്കി ഇന്ന് 1.5% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് 1% അടുത്തും, അശോക് ലൈലാൻഡ് നല്ല നേട്ടത്തിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇന്ന് നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. IT സെക്ടർ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. കൂടാതെ മീഡിയം റേഞ്ചിലുള്ള ടെക് മഹീന്ദ്ര, കോഫോർജ്, എംഫസിസ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. സ്റ്റോക്ക് 1 മുതൽ 3% വരെയുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇനി ചില സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കിയാൽ വോഡാഫോൺ ഐഡിയ ആണ് ആദ്യത്തേത്. സെപ്റ്റംബർ 26 സുപ്രീം കോടതി ഒരു പേയ്മെന്റ് തർക്കം സംബന്ധിച്ച കേസ് പരിഗണിക്കാൻ പോകുന്നതിനാൽ സ്റ്റോക്ക് ഉയർന്നു. വോഡാഫോൺ ഏകദേശം 4% ഉയർന്നത്. മറ്റൊരു കാര്യമുള്ളത് GMDC എന്ന സ്റ്റോക്ക് മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഈ വർഷം മൂല്യം ഇരട്ടിയായി. ഈ മാസം മാത്രം 56% സ്റ്റോക്ക് ഉയർന്നത്. വിദേശ ഓർഡർ നേടിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. KEC ഇന്റർനാഷണൽ ഏകദേശം 4% ഇന്നത്തെ മോർണിംഗ് ട്രേഡിൽ മാത്രം നേട്ടമുണ്ടാക്കിയത്. ഇനി അടുത്തതായി നമ്മൾ കുറച്ച് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂ നമ്മൾ അവിടെ നൽകാറുണ്ട്. അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ചാനലുകളിൽ അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഹഡ്കോയുമായി ബന്ധപ്പെട്ടാണ്. ഹഡ്കോ ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി മാസങ്ങളായിട്ട് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിലൂടെയാണ് ഹഡ്കോ പോകുന്നത്. അപ്സൈഡിൽ 3 ടച്ചസും ഡൗൺ സൈഡിൽ 2 ടച്ചസുമാണുള്ളത്. ഇപ്പോഴും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സലാണ് ഹഡ്കോയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് 249 അതിനുശേഷം 257 നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ എന്ന കമ്പനിയെക്കുറിച്ചുള്ള ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂ പറയാം. സ്റ്റോക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 131 മുതൽ 138 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ഈ ഒരു സോണിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് മുകളിലായിട്ട് ഒരു 140 ലെവലിലേക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് BSE ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൗൺ സൈഡിൽ ഇനി പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ വരുന്നുണ്ട്. 2014 ആണ് ആ ഒരു ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഏതായാലും സ്റ്റോക്ക് ഈ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് ഏരിയ ടച്ച് ചെയ്യുമോ എന്ന് നമുക്ക് അറിയുന്നതിനായിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്കിലേക്ക് വരാം, അദാനി എൻ്റർപ്രൈസസ്. നമ്മൾ സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് 2605 മുതൽ 2684 വരെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സോണിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻപ് 5 തവണ ഇതേ സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് അദാനി എൻ്റർപ്രൈസസ് ഡൗൺ ആയിരിക്കുന്നത്. ഇന്ന് ഒരു സമയത്ത് ഈ സോണിന് മുകളിലായിട്ട് ട്രേഡ് ചെയ്തെങ്കിലും ക്ലോസിംഗ് വെച്ചിരിക്കുന്നത് ഈ സോണിനുള്ളിൽ തന്നെയാണ്. ഏതായാലും അദാനി എൻ്റർപ്രൈസസ് ഒരു ബ്രേക്ക് ഔട്ട് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സോണിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വീക്ക്ലി ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായി കാണാൻ കഴിയുന്നത് 2820 ഏതായാലും ഈ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിനായിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും പ്യുവറായിട്ടും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായി അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അഡ്വൈസിൽ മാത്രം നിങ്ങൾ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക.
ഇനി ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച്, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളെ കുറിച്ച് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിൽ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.